ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് എല്ലാ കുഞ്ഞുമക്കളും വലിയ സന്തോഷത്തിലും ഉത്സാഹത്തിലും ആണല്ലോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് അറിവ് നൽകണമേ. നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇനി എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് കുരിശ് വരച്ചാലോ. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇനി എല്ലാവരും വേഗം ഇരുന്നേ. ഇന്ന് ടീച്ചർക്ക് നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാലോ. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരാണ്? ആദവും ഹവ്വായും. ആദവും ഹവ്വായുമാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ. അവർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഉറക്കെ പറയണം. ഏദൻ തോട്ടത്തിൽ. എങ്ങനെയാണ് ഏദൻ തോട്ടം? നിറയെ മരങ്ങളും പൂക്കളും തുള്ളിച്ചാടുന്ന മാനും നല്ല സ്വാദുള്ള പഴങ്ങളും, അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളതാണ് ഏദൻ തോട്ടം. എന്നാ അവർ പാപം ചെയ്തു അല്ലേ? പാപം ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഏദൻ തോട്ടം നഷ്ടമായത്. ഒരുപാട് ക്ലേശങ്ങളും ദുഃഖങ്ങളും അവർക്ക് സഹിക്കേണ്ടതായിട്ട് വന്നു. എന്നാ ദൈവത്തിന് അവരോട് കരുണ തോന്നി. അങ്ങനെ ദൈവം അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ആ രക്ഷകൻ ആരായിരുന്നു? ഈശോ. ഈശോ ആയിരുന്നു ആ രക്ഷകൻ. ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ദൈവം കാരുണ്യവാനും എല്ലാവരെയും ഒത്തിരി 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 സ്നേഹിക്കുന്നവനുമാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഒരു കൊച്ചു പാട്ട് പാടിയാലോ? എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ദൈവസ്നേഹം വർണ്ണിച്ചിടാം, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ഇഷ്ടപ്പെട്ടോ? അപ്പോ ദൈവം നമ്മളെ ഒത്തിരി 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 സ്നേഹിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠത്തിലേക്കൊന്ന് പോയാലോ. പാഠം 6, മംഗളവാർത്ത. നമ്മൾ പല തരത്തിലുള്ള വാർത്തകൾ കേൾക്കാറുണ്ടല്ലേ? എങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കാറ്? സന്തോഷമുള്ള വാർത്തയുണ്ട്, ദുഃഖമുള്ള വാർത്തയും ഉണ്ട്. ഈ 2 വാർത്തകളും എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? എങ്ങനെയാ അറിയുന്നത്? TV കൂടെ അറിയും അല്ലേ? പിന്നെ ന്യൂസ് പേപ്പറിൽ കൂടെ അറിയും, കൂട്ടുകാർ പറഞ്ഞറിയും, പിന്നെയോ മൊബൈൽ ഫോണിൽ കൂടെ അറിയില്ലേ? അങ്ങനെ പല രീതിയിൽ കൂടെ നമ്മൾ വാർത്തകൾ അറിയും. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മംഗളവാർത്ത, സന്തോഷമുള്ള വാർത്ത, നല്ല വാർത്ത. അതാണ് അർത്ഥം. ഇന്ന് നമുക്ക് ഒരു യാത്ര പോയാലോ? ഇന്ന് നമ്മൾ പോകുന്നത് നല്ല മനോഹരമായ ഒരു പട്ടണത്തേക്കാണ്. നസ്രത്ത് എന്നാണ് ആ പട്ടണത്തിന്റെ പേര്. ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ആരും പുറത്തൊന്നും പോവാതെ സുരക്ഷിതരായിട്ട് വീടുകളിൽ തന്നെ ഇരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെ നല്ല സുന്ദരിയായ ഒരു കന്യക താമസിച്ചിരുന്നു. ആ കന്യകയുടെ പേരെന്താണെന്നറിയോ? മറിയം. മറിയം എന്നായിരുന്നു
ആ കന്യകയുടെ പേര്. വളരെ സുന്ദരിയും എല്ലാവരെയും അനുസരിച്ചും വിനയത്തിലും എളിമയിലും സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് അവൾ വളർന്നു വന്നത്. അങ്ങനെ അവളുടെ വിവാഹം നിശ്ചയിച്ചു. ദാവീദ് വംശത്തിൽപ്പെട്ട യൗസേപ്പ് എന്ന പുരുഷനുമായാണ് അവളുടെ വിവാഹം നിശ്ചയിച്ചത്. ആരുമായിട്ടാണ്? ദാവീദ് വംശത്തിൽപ്പെട്ട യൗസേപ്പ് എന്ന പുരുഷനുമായാണ് അവളുടെ വിവാഹം നിശ്ചയിച്ചത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ആരാണ്? ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ മാലാഖ മറിയത്തോട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നമ്മുടെ മുൻപിലായാലും പെട്ടെന്നൊരു മാലാഖ പ്രത്യക്ഷപ്പെട്ട പേടിക്കില്ലേ? നിങ്ങൾ മാലാഖനെ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട്? കണ്ടവർ മാത്രം ഒന്ന് കൈ പൊന്തിച്ചേ. കുറച്ചു പേര് കണ്ടിട്ടുണ്ട്, കുറച്ചു പേര് കണ്ടിട്ടില്ല. കണ്ടവര് മാത്രം ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് മാലാഖ? വെള്ള വസ്ത്രം ധരിച്ച് ചിറക് വിരിച്ച് അങ്ങനെയല്ലേ മാലാഖ? എവിടെയാ നിങ്ങൾ മാലാഖനെ കണ്ടിട്ടുള്ളത്? പള്ളിയിൽ കണ്ടിട്ടുണ്ടല്ലേ? പിന്നെയോ ചില പരിപാടികളില് മാലാഖയായിട്ട് നിന്നവരുണ്ടാവും അല്ലേ? എത്ര പേര് നിന്നിട്ടുണ്ട്? നിങ്ങളൊക്കെ മാലാഖയായിട്ട് നിന്നവരാണോ? അപ്പൊ മാലാഖനെ കാണാത്തവര് ശ്രദ്ധിക്കുക. വെള്ള വസ്ത്രം ധരിച്ച് ചിറകൊക്കെ വിരിച്ച് നിൽക്കുന്നവരാണ് ആര്? മാലാഖമാർ. ചില പരിപാടികളില് കുഞ്ഞു മക്കളെ മാലാഖയായിട്ട് ഇങ്ങനെ നിർത്തും. സ്വർഗത്തില് ഒത്തിരി മാലാഖമാരുണ്ട്. അതിലെ മുഖ്യ ദൂതനാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. പിന്നീട് വിശുദ്ധ റാഫേൽ, വിശുദ്ധ ഗബ്രിയേൽ, അങ്ങനെ ഒത്തിരി 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 മാലാഖമാരുണ്ട്. നമ്മള് 1-ാം ക്ലാസ്സിൽ ഒരു മാലാഖനെ കുറിച്ച് പഠിച്ചല്ലോ. അത് ഏത് മാലാഖയായിരുന്നു? കൂടെ നടക്കുന്ന ഒരു മാലാഖ. കാവൽ മാലാഖ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കാവൽ മാലാഖയാണ് നമ്മുടെ കൂടെ നടക്കുന്ന മാലാഖ. അങ്ങനെ ഈ ഒത്തിരി മാലാഖമാരുള്ളതില് മറിയത്തിനടുത്ത് വന്ന മാലാഖയാണ് വിശുദ്ധ ഗബ്രിയേൽ മാലാഖ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ടീച്ചർ ഒന്നും കൂടിയും പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണം. മാലാഖ മറിയത്തോട് പറയുകയാണ്, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ഇത് കേട്ടപ്പോ മറിയം മാലാഖയോട് പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോ ഇതാണ് ഒരു ചുരുക്ക കഥ. എല്ലാവർക്കും കഥ ഇഷ്ടായോ? ഇഷ്ടായല്ലേ? ഇനി നിങ്ങൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മാലാഖയുടെ രൂപങ്ങളൊക്കെ കാണാനുമായിട്ട് സാധിക്കും. അങ്ങനെ ആദത്തിനും ഹവ്വായ്ക്കും ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് മംഗളവാർത്ത. ലോകരക്ഷകനായ ഈശോയുടെ അമ്മയാവാനുള്ള ഭാഗ്യം ലഭിച്ചത് മറിയത്തിനാണ്. മറിയം സകല മനുഷ്യരുടെയും അമ്മയായി മാറുകയായിരുന്നു. ഇനി നമുക്ക് മറിയത്തിന്റെ ഒരു ചെറിയൊരു പ്രാർത്ഥന ചൊല്ലിയാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കൈകൾ കൂപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചൊല്ലിയാലോ? എല്ലാവരും ചൊല്ലിയില്ല,
എല്ലാവരും ഉറക്കെ ചൊല്ലണം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് ഉത്തരം പറയണം. മറിയം താമസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? നസ്രത്ത്. എല്ലാവരും ഉത്തരം പറഞ്ഞല്ലോ, മിടുക്കന്മാരായിട്ട് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. 2, മറിയത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖ ആരായിരുന്നു? ഗബ്രിയേൽ. പിന്നീട് മറിയം എങ്ങനെയാണ് മാലാഖയുടെ ആ സന്ദേശത്തിന് പ്രത്യുത്തരം നൽകിയത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കുഞ്ഞു ഹോംവർക്ക് തരട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കണ്ടുപിടിക്കാം. ബൈബിളില് ആ കണ്ടുപിടിച്ചത് നിങ്ങൾ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് സെൻഡ് ചെയ്യണം. ഇനി നമുക്ക് മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കൊച്ചു പാട്ട് പാടിയാലോ? എല്ലാവർക്കും അറിയുന്ന പാട്ടാ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വേഗം എഴുന്നേറ്റ് നിന്നേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ടീച്ചർ ഇതുപോലെ ഒത്തിരി കഥകളും പാട്ടുമായിട്ട് വീണ്ടും വരാം കേട്ടോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താങ്ക് യു.